ഹലോ, നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനും അമ്മയും കൂടി ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിന്ന് ഉണ്ടാക്കാൻ പോണത് കർക്കിടകത്തിലെ പത്തിലത്തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. കർക്കിടക മാസത്തിൽ എല്ലാവരും കഴിച്ചിരിക്കേണ്ട, നിർബന്ധമായും കഴിച്ചിരിക്കേണ്ട ഒരു വിഭവം കൂടിയാണ് കേട്ടോ ഇത്. അപ്പം അതിന് വേണ്ടത് മത്തൻ്റെ ഇല, ചേമ്പ്, പയറിൻ്റെ ഇല, പിന്നെ ചേന ഇല, കോഴക്കയുടെ ഇല, ചീര, താള്, കടിത്തൂവ, പിന്നെ അരിമുളക്, ചീനിമുളക് എന്നൊക്കെ പറയും, അതിൻ്റെ ഇല, പിന്നെ കുമ്പളം. ഇത്രയും ഐറ്റംസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ ഇലകളെല്ലാം ഞങ്ങൾ കുറേ നേരം ഒരു പാത്രത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് ഞങ്ങളത് കഴുകിയിട്ടാണ് ഞങ്ങളത് അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമ്മയാണ് കേട്ടോ എല്ലാം ചെയ്യുന്നത്, ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷം നമ്മൾ ഇലകളൊക്കെ അരിഞ്ഞ് ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട്. അപ്പം നമുക്കിനി എന്തൊക്കെയാണ് ഇതിന് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ കുറച്ച് തേങ്ങ എടുക്കുന്നുള്ളൂ. പിന്നെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, വറ്റൽമുളക്, കടുക്, വെളിച്ചെണ്ണ, ഉപ്പ്, മഞ്ഞൾപ്പൊടി. ഇത്രയും ഐറ്റംസാണ് നമുക്കിത് വേണ്ടത്. അപ്പോൾ ചട്ടി ചൂടായപ്പോൾ അമ്മയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ നമ്മുടെ വീട്ടിൽ തന്നെ ആട്ടിയതാണ് കേട്ടോ, നമ്മുടെ വീട്ടിൽ തേങ്ങ തന്നെ എടുത്ത് ആട്ടിയതാണ്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടാവുന്നുണ്ട്. അപ്പോൾ അമ്മ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. പിന്നെ വറ്റൽമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിയപ്പോൾ അമ്മ ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ഇതും അരിഞ്ഞതും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് മൂത്ത് വരുന്നുണ്ട്. അതിൻ്റെ മണം ഇവിടെ മുഴുവനും വരുന്നുണ്ട് കേട്ടോ. മൂത്തതിൻ്റെ മണം നന്നായിട്ട് വരുന്നുണ്ട് ഇതിനെ. അപ്പോൾ അത് ഏകദേശം മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ അമ്മ അതിലേക്ക് ഇല ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ നുറുക്കി വെച്ച പത്തല എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചിട്ടപ്പോൾ തന്നെ ചട്ടിയിൽ നിറഞ്ഞു കേട്ടോ. അപ്പോൾ അമ്മ അതൊന്ന് ഒതുക്കി കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ ഇടുമ്പോൾ എത്ര ഇല കാണുമെങ്കിലും പക്ഷെ അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഇലയായിട്ട് ഉപ്പേരി കിട്ടുള്ളൂ. കാരണം ഇല അങ്ങനെ വാടിപ്പോയിട്ടുണ്ടാവും. അപ്പം അമ്മ അതൊന്ന് ഒതുക്കി കൊടുക്കുകയാണ്. അതിന് ശേഷം ബാക്കി ഇലയും കൂടി അമ്മ അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ അമ്മ അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണോ. പിന്നെ നന്നായിട്ട് ഇളക്കുന്നുണ്ട് കേട്ടോ. ഈ ഉപ്പ് മഞ്ഞൾപ്പൊടി എല്ലായിടത്തും പിടിക്കുന്ന രീതിക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിൽ ഒട്ടും വെള്ളം ഒഴിക്കണില്ല. കാരണം ഓൾറെഡി നമുക്ക് ആ ഇലയിലൊക്കെ വെള്ളം ഉണ്ടാവുമല്ലോ, ആവിയിലത് വെന്തോളും. നമ്മൾ വെള്ളം ഒട്ടും ഒഴിച്ചു കൊടുക്കുന്നില്ല. അങ്ങനെ ഇളക്കിയിട്ട് അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലായിടത്തും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ആയി. അതിന് ശേഷം അത് അടച്ചു വെച്ചു. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ തേങ്ങയും നമ്മൾ അരിമുളകും, ചീനിമുളകെന്നും പറയും, അരിമുളക് നമ്മൾ അരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കാതെ കേട്ടോ ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അത് നമ്മളിത് ചതച്ചൊരു ഭാഗത്താക്കി വെച്ചിട്ടുണ്ട്. നമ്മളിത് ഇല ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ല, ആവിയിലാണല്ലോ വേവിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഇളക്കിയിട്ട് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കുന്നുണ്ട് അമ്മ. അതൊന്നുകൂടി വേവാൻ വേണ്ടിയിട്ട്, വെന്തിട്ടില്ല. അപ്പോൾ ഒന്നുകൂടി വേവാൻ വേണ്ടി അമ്മ അടച്ച് വയ്ക്കുന്നുണ്ട്. ഇത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അത് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ നോക്കിയപ്പോൾ അത് വെന്തെണ്ണു പറഞ്ഞു അമ്മ. അപ്പോൾ അതിലേക്ക് നമ്മളിനി തേങ്ങയും അരിമുളകും കൂടി ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇത് നന്നായി ഇളക്കുന്നുണ്ട്. തേങ്ങ എല്ലായിടത്തും പിടിക്കുന്ന രീതിക്ക് അമ്മ ഇളക്കി കൊടുത്തു. അതിനുശേഷം നമ്മളിത് കുറച്ച് നേരം കൂടി ചെറിയ തീയിൽ വേവിക്കും കേട്ടോ. ഈ തേങ്ങയും കൂടി ഒന്ന് വേവണം. അപ്പം നമ്മളതൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് കുറച്ച് നേരം. അതിന് ശേഷം അമ്മ ഗ്യാസ് ഓഫ് ചെയ്തു. പിന്നെ അമ്മ ഇടയ്ക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ കർക്കിടക മാസത്തിലെ പത്തിലത്തോരനായിട്ടുണ്ട് കേട്ടോ. നമ്മളെല്ലാവരും സത്യം പറഞ്ഞാൽ കഴിക്കേണ്ട ഒരു വിഭവം തന്നെയാണിത്. കാരണം കണ്ണിനാണെങ്കിലും ആരോഗ്യത്തിന്, ശരീരത്തിനാണെങ്കിലും ഒരുപാട് ഉപയോഗങ്ങളും ഒരുപാട് ആരോഗ്യപ്രദമായ സാധനമാണിത്. കർക്കിടകത്തിൽ ഉണ്ടാക്കേണ്ടതാണ്. കർക്കിടകത്തിലെ പത്തിലത്തോരൻ.
അപ്പോൾ അത് കുട്ടികൾ കഴിക്കുമെന്ന് അറിയില്ല കേട്ടോ. മാക്സിമം ഞാൻ നോക്കും കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം കണ്ണിൻ്റെയൊക്കെ ആരോഗ്യത്തിന് വളരെ നല്ല സാധനമാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വെച്ചാൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്.